ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ മകരം രാശിക്കാർക്കുള്ള ഫലം അല്ലെങ്കിൽ മകരക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മകരക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന മകരം രാശിക്കാർക്ക് അല്ലെങ്കിൽ മകരക്കൂറുകാർക്ക് 2-ൽ ശനി, 7 ശനി ആയിട്ടുള്ളത് തന്നെയാണ്. 2-ൽ ശനി, 3-ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ്. 5-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. 6-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ്. 7-ാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ 8-ാം ഭാവത്തിൽ സൂര്യൻ അത്ര കാര്യമായിട്ടുള്ള അനുകൂലമല്ല. 9-ൽ കേതു ദുർഗാണ സ്ഥാനത്ത് നിൽക്കുന്നത് വലിയ ദോഷം ചെയ്യില്ല, ഗുണദോഷ മിശ്രഫലമാണ് കാണുന്നത്. എന്നിരുന്നാലും ചാരവസാൽ ചിന്തിക്കുന്ന സമയത്ത് സൂര്യൻ്റെ അഭാവം മാത്രം നോക്കുകയാണെങ്കിൽ മാത്രം ദോഷമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഗുണകരമായിട്ടുള്ളതുണ്ട്. ആരോഗ്യ പുഷ്ടി ഉണ്ടാവും, ധനാഭിവൃദ്ധി ഉണ്ടാവും, ധനത്തിന് ധനാഗമനങ്ങൾ ഉണ്ടാവും, അപ്രതീക്ഷിതപരമായിട്ട് ധനലാഭങ്ങൾ ഇടയുണ്ട്, ഭാഗ്യകടാക്ഷങ്ങൾ തരുന്നു വരുന്നുണ്ട്. ദൈവാനുഗ്രഹമുള്ള ഒരു മാസമാണ്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സഹായഹസ്തങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ വരും. ഫ്രണ്ട്ഷിപ്പുകൾ മൂലം ചില വഴിത്തിരിവുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ഭവനയോഗം, വാഹനയോഗം എന്നിവയ്ക്കെല്ലാം സംബന്ധം. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യുന്നവർക്കും, ഭൂമി സംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നവർക്കും, റെയിൽവേ സംബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്നവർക്കും, ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും, ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലപരമായിട്ടൊരു മാസം തന്നെയാണ് കാണുന്നത്. സഹോദര ബന്ധങ്ങൾ ദൃഢമായിരിക്കും. പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ മൂലം നല്ല ഉചിതപരമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ബിസിനസ് പരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടാവും. ബുദ്ധിപരമായിട്ടുള്ള ചിന്തകൾ മൂലം നല്ല അഭിപ്രായങ്ങളും നല്ല കാര്യങ്ങളും നല്ല ഇതും വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. കുറേ കാലങ്ങളിൽ സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്ക് സന്താന അഭിവൃദ്ധി കൈവരിവെക്കാനുള്ള സാധ്യത 170% ആൾക്കാർക്കും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉദ്ദിഷ്ട കാര്യം നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദേശ പഠനം, വിദേശകാര്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് കുറച്ചുകൂടി കാലതാമസം നേരിടും എന്നാണ് പറയുന്നത്. വിദേശ സംബന്ധമായിട്ട് വല്ല പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുകൾ കരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും തർക്ക വിഷയമായി മാറും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകളെല്ലാം കിട്ടുവാനുള്ള സാധ്യത കുറവാണ്. ലോണ്, മറ്റുള്ള കാര്യങ്ങൾ, വൻകിട ലോണ്, ചെറുകിട ലോണ് എന്നായാലും ബാങ്ക് സംബന്ധമായിട്ടുള്ള ലോണുകളാണെങ്കിലും അതെല്ലാം കിട്ടുവാൻ കുറച്ച് വൈകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ രേഖകളെല്ലാം കൈമാറുന്നതിനും പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഭൂമി വയ്ക്കാൻ ചിലപ്പോൾ തടസ്സങ്ങൾ വരികയാണെങ്കിൽ അതിനും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടാവും. ഗവൺമെൻറ് ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്കെന്നായിട്ട് തലവേദന പിടിച്ച ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഭാഗ്യ കടാക്ഷത്തിന് കുറവായിട്ട് കാണുന്നുണ്ട്. അതിനായിട്ട് ഭാഗ്യസൂക്തം ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലായിട്ട് ഒരു പ്രാവശ്യം ചെയ്യുന്നത് ഉചിതപരമായിരിക്കും. തൊഴിൽ മേഖല, വാഹന സംബന്ധമായിട്ട് തൊഴിൽ മേഖല ഗുണകരമായിട്ട് പോയിക്കൊണ്ടിരിക്കും. സ്വർണ്ണാഭരണ മേഖലയിലുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള അതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയമാണ്. വസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖലകളിൽ വൻ ഉയർച്ചയും പ്രതീക്ഷയും ലാഭങ്ങളും സൃഷ്ടിക്കുവാനും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനും ബിസിനസ്, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ് അങ്ങനെയുള്ള സംഭവങ്ങളിലുണ്ട്. IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇലക്ട്രോണിക് സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവ മേഖലയിൽ വൻകിട ലാഭങ്ങളും വൻകിട ബിസിനസ്സുകളും നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ഗൃഹോപകരണ സ്ഥാപനങ്ങളെല്ലാം വളരെ വലിയ തോതിൽ വിറ്റുവരുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള ഇറക്കുമതികൾ വരുന്നത് മൂലം പഴയതെല്ലാം മാറ്റി പുതിയത് വാങ്ങിക്കുവാനുള്ള സാധ്യതയും ഈ മാസം ഇവർക്ക് കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള സമയമാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അതേപോലെ ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, മെക്കാനിക്കൽ സിവിൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത്. കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നവർക്കെല്ലാം വിവിധപരമായിട്ടുള്ള നേട്ടങ്ങളും കൈവരിക്കുന്നുണ്ട്. അവരവർ ഉദ്ദേശിക്കുന്ന വർക്കുകളും മറ്റുള്ളതൊക്കെ മാറി വരാൻ കുറച്ച് താമസം എടുക്കുകയാണെങ്കിലും അതിനെ റൊട്ടേഷൻ ചെയ്യാനുള്ള ധനസംബന്ധമായിട്ടുള്ള തിരിമറിവുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആഡംബര വാഹനം എന്നിവ വയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ മാസത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അതിനായി തിരഞ്ഞെടുക്കാൻ പുതിയ വാഹനം വാങ്ങിക്കുക, പുതിയ ഭവനം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള
മഹാദേവ ക്ഷേത്രത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ദിവസം പൂജയോ ത്രികാല പൂജയെല്ലാം കൊടുത്തിട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും മകരരാശിക്കാർക്ക് ഉത്തമപരമായിട്ടുള്ള ദിവസങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ 24, 25, 26, 27, 28, 29, 30 എന്നീ 7 ദിവസങ്ങൾ വളരെ ഉചിതപരമായിട്ടുള്ള ദിവസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അത് സെപ്റ്റംബർ മാസത്തിൽ. അതുപോലെ തന്നെ സെപ്റ്റംബർ 7, 8, 9, 10, 11, 12, 13 ദിവസം 13 എന്നീ തീയതികളും വളരെ ഉചിതപരമായിട്ടുള്ള ദിവസങ്ങളാണ്. ദോഷ ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 2, 3, 4, 5, 6 എന്നീ സമയങ്ങളിൽ ശുഭകാര്യങ്ങളൊന്നും ചെയ്യരുത്, അത് ദോഷകരമായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ മകരം രാശിക്കാർക്ക് തന്നെ നക്ഷത്രവശാൽ ചെയ്യുന്ന പരിഹാരം, ഉത്രാട നക്ഷത്രക്കാർക്ക് ശിവലിംഗൽ, ധാരാവിളക്ക് മാല എന്നിവയും, തിരുവോണ നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച വ്രതമെടുക്കുകയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഭഗവതി ക്ഷേത്രത്തെ കാലത്ത് പോയിച്ച് വിളക്ക്, മാല, പായസം എന്നീ വഴിപാടുകൾ നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ, ഭാഗ്യസൂക്തം ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ട് വരുന്നതാണ്. അവിട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ ചൊവ്വാഴ്ച ഭഗവത് സേവ നടത്തുന്നത് മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. നമസ്കാരം.